നോക്കിയേ, ASM പരീക്ഷയുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന PYQ സീരീസ് ആണ്. അതിൽ മൂന്നാമത്തെ ദിവസത്തെ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കിയേ, തന്നിരിക്കുന്ന ചോദ്യം എങ്ങനെയാണ്? എ ഡാഷ് ഓഫ് ഡോൾഫിൻസ് ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കളക്റ്റീവ് നോൺ. അതായത് ഡോൾഫിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കളക്റ്റീവ് നോൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും എന്നോടൊപ്പം ചോദ്യം ഒന്ന് ചെയ്തേ, എല്ലാവരും ചെയ്ത് നോക്കിയേ. ഇപ്പോൾ ഡോൾഫിൻ്റെ ഏതാണ് കളക്റ്റീവ് നോൺ? അപ്പൊ എന്താണ് ഈ കളക്റ്റീവ് നോൺ എന്ന് പറഞ്ഞാൽ നൗണുകളുടെ കൂട്ടങ്ങൾക്ക് പറയുന്ന പേരാണ് കളക്റ്റീവ് നോൺ. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോഡ് ഓഫ് ഡോൾഫിൻ ആണ്. പോഡ് ഓഫ് ഡോൾഫിൻസ് ആണ്. ഓക്കെ, ഇപ്പൊ ഷോൾ ഓഫ് ആണെങ്കിലാ ഷോൾ ഓഫിനകത്ത് വരുന്നത് സ്കൂൾ ഓഫിനകത്ത് വരുന്നത് എന്താ? സ്കൂൾ ഓഫിനകത്ത് വരുന്നത് SCHOA സ്കൂൾ ഓഫിനകത്ത് വരുന്നത് ഫിഷ് ആണ്. സ്കൂൾ ഓഫിനകത്ത് വരുന്നത് ഫിഷിന്റെ കളക്റ്റീവ് നോൺ ഏതാണെന്ന് ചോദിച്ചാൽ സ്കൂൾ ഓഫ് ആണ്. ഇനി ഷോൾ ഓഫ് ആണെങ്കിലാ ഷോൾ ഓഫിനകത്ത് വരുന്നതും ഫിഷ് ആണ് കേട്ടോ. ഷോൾ ഓഫിനകത്ത് വരുന്നതും ഫിഷ് ആണ്. ഷവർ ഓഫ് ആണെങ്കിലാ ഷവർ ഓഫിനകത്ത് വരുന്നത് റെയിൻ ആണ്. ഷവർ ഓഫ് റെയിൻ. അപ്പൊ ഫിഷിന്റെ മറ്റ് കളക്റ്റീവ് നോൺ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്കൂൾ ഓഫ് ഫിഷ് ഉണ്ട്, ഷോൾ ഓഫ് ഫിഷ് ഉണ്ട്, അതുപോലെ ക്യാച്ച് ഓഫ് ഫിഷ് എന്ന് പറയാം കേട്ടോ. ക്യാച്ച് ഓഫ് ഫിഷ്. അതേപോലെ ഔൾ ഓഫ് ഫിഷ് HAUL ഔൾ ഓഫ് ഫിഷ് എന്നും പറയാം. ക്യാച്ച് ഓഫ് ഫിഷ്, ഔൾ ഓഫ് ഫിഷ് എന്ന് പറയാം. ഇനി ഷവർ ഓഫ് റെയിൻ ആണെന്ന് പറയും. നമ്മൾ വീട്ടിലൊക്കെ ഷവർ ഉണ്ട്. ഷവർ തുറന്നു കഴിഞ്ഞാൽ മഴ പോലെ വെള്ളം വരും എന്ന് ഓർത്താൽ മതി കേട്ടോ. ഷവർ തുറന്നാൽ മഴ പോലെ വെള്ളം വരും എന്ന് ഓർത്താൽ മതി. ഷവർ ഓഫ് റെയിൻ. ഇനി റെയിൻ്റെ മറ്റൊരു കളക്ഷനാണ് ഫാൾ എന്ന് പറയാം. ഫാൾ ഓഫ് റെയിൻ എന്ന് പറയാം. ഫാൾ ഓഫ് റെയിനും ഉണ്ട്, സ്നോയും ഉണ്ട്. ഫാൾ ഓഫ് റെയിന്, സ്നോ മറക്കരുത്. ഓക്കെ, ഒന്നാമത്തത്. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, വാട്ട് ഈസ് ദ കറക്റ്റ് ഫുൾ ഫോം ഓഫ് എക്സെട്ര? എക്സെട്രയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രീവിയസ് ചോദിച്ചുള്ള നാളും റീസെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഉത്തരമായിട്ട് വരുന്നത് എറ്റ് സെറ്ററയാണ്. എറ്റ് സെറ്ററ ഏത് ഓപ്ഷനാണ്? C ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ നമ്മളെ എക്സെട്രയുടെ ഫുൾ ഫോം എറ്റ് സെറ്ററ എന്നാണ് കേട്ടോ. ഓക്കെ, അതുപോലെ EGയുടെ ഫുൾ ഫോം എന്താ? EGയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സംബ്ലി ഗ്രേഷ്യ. എക്സംബ്ലി ഗ്രേഷ്യ എന്നാണ് കേട്ടോ. EGയുടെ ഫുൾ ഫോം എക്സംബ്ലി ഗ്രേഷ്യ. എക്സംബ്ലി ഗ്രേഷ്യ എന്നാണ്. അതേപോലെ NBയുടെ ഫുൾ ഫോം എന്താ? NBയുടെ ഫുൾ ഫോം നമ്മൾ നോട്ടിലൊക്കെ എഴുതില്ലേ, എഴുതില്ലേ. NBയുടെ ഫുൾ ഫോം എന്താ? നോട്ടാ ബെനെ എന്നാണ് കേട്ടോ. നോട്ടാ ബെനെ എന്നാണ്. നോട്ടാ ബെനെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ SMS-ന്റെ ഫുൾ ഫോം എന്താ? SMS ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നാണ് കേട്ടോ. ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നാണ്. ഷോർട്ട് മെസ്സേജ് സർവീസ്. അതുപോലെ MMS-ന്റെ ഫുൾ ഫോം എന്താ? MMS-ന്റെ ഫുൾ ഫോം ആണ് മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ്. മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ് എന്നാണ് കേട്ടോ MMS. അതേപോലെ UPI നാളെ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. UPIയുടെ ഫുൾ ഫോം എന്താ? UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ് കേട്ടോ. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ്. നമ്മൾ ഫോണൊക്കെ EMI ആയിട്ട് വാങ്ങാറില്ലേ? EMIയുടെ ഫോം എന്താ? ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്നാണ് കേട്ടോ. ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്നാണ്. EMIയുടെ ഫോം ആണ് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്നാണ് കേട്ടോ. ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ, അതേപോലെ അടുത്ത ATM-ന്റെ ഫോം എന്താ? ATM ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് കേട്ടോ. ATM-ന്റെ ഫോം എന്താ? ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. അതേപോലെ CEOയുടെ ഫോം എന്താ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ്. ഓക്കെ, മറക്കല്ലേ. അതേപോലെ GIF നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. GIF-ന്റെ ഫോം എന്താ? ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. ഗ്രാഫിക്കൽ ഇന്റർചേഞ്ച് ഫോർമാറ്റ് മറക്കല്ലേ കേട്ടോ. PDF-ന്റെ ഫോം എന്താ? PDF പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. മറക്കല്ലേ, പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് മറക്കല്ലേ. അതുപോലെ QRCയുടെ ഫോം എന്താ? QRC ക്വിക്ക് റെസ്പോൺസ് കോഡ്. QR കോഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ക്വിക്ക് റെസ്പോൺസ് കോഡ് എന്നാണ് കേട്ടോ. QRCയുടെ ഫോം എന്താ? ക്വിക്ക് റെസ്പോൺസ് കോഡ് എന്നാണ് കേട്ടോ. ക്വിക്ക് റെസ്പോൺസ് കോഡ്. നമുക്ക് ഓപ്ഷനിൽ റീഡ് കോഡ് ഉണ്ട്, എഴുതരുത്, തെറ്റാണ്. ക്വിക്ക് റെസ്പോൺസ് കോഡ്. ക്വിക്ക് റെസ്പോൺസ് കോഡ് എന്നാണ് കേട്ടോ, മറക്കരുത്. അതുപോലെ IFSC നമ്മൾ ബാങ്കിന്റെ ഒക്കെ പാസ്പോർട്ട് ബുക്ക് എടുക്കുമ്പോൾ IFSC കോഡ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ?
അതിന്റെ ഫുൾ ഫോം എന്താ? ഇന്ത്യൻ ഫിനാൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്, ഇന്ത്യൻ ഫിനാൻസ് സിസ്റ്റം കോഡ്, ഇന്ത്യൻ ഫിനാൻസ് സിസ്റ്റം കോഡ് മറക്കല്ലേ, ഇന്ത്യൻ ഫിനാൻസ് സിസ്റ്റം കോഡ് IFSC, ഇന്ത്യൻ ഫിനാൻസ് സിസ്റ്റം കോഡ്. KYC യുടെ ഫോം എന്താ? KYC നോ യുവർ കസ്റ്റമർ, പറഞ്ഞേ നോ യുവർ കസ്റ്റമർ. OTT യുടെ ഫോം എന്താ? OTT ഓവർ ദ ടോപ്പ്, ഓവർ ദ ടോപ്പ് എന്നാണ് മറക്കല്ലേ, ഓവർ ദ ടോപ്പ്. എന്നാൽ OTG ആണെങ്കിൽ OTG ഓൺ ദി ഗോ എന്നാണ് കേട്ടോ, ഓൺ ദി ഗോ, ഓൺ ദി ഗോ എന്നാണ് മറക്കല്ലേ, ഓൺ ദി ഗോ മറക്കൂലല്ലോ. ഓക്കെ, ഓർമ്മയിലിരിക്കുക, അബ്രിവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നോക്കിയേ, ദ വേർഡ് ഗ്രീൻ ഹൗസ് ഈസ് എ ഡാഷ് വേർഡ്. കണ്ടല്ലോ, ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് എന്ത് തരം വേർഡ് എന്നാണ്. എല്ലാവരും ഒന്ന് ചോദ്യത്തിന് ഉത്തരം ഒന്ന് എഴുതി നോക്കിയേ. എല്ലാവരും മാർക്കുകൾ കമന്റ് ചെയ്യണേ. ചോദ്യം നിങ്ങൾ എന്നോടൊപ്പം ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം കുട്ടികളെ? മാർക്കുകൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകൾ കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. എങ്കിലേ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, ചോദ്യം ചെയ്യുന്നുണ്ടോ, എത്ര മാർക്ക് കിട്ടി, നമുക്കതിൽ ഏതാണ് എത്ര മാർക്ക് കിട്ടിയെന്നും കൂടെ അറിയാൻ വേണ്ടി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒന്ന് കമന്റ് ചെയ്യണേ 10 ചോദ്യത്തിൽ. നോക്കിയേ, ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ആണോ, പ്രെഡിക്കേറ്റ് ആണോ, കോംപ്ലക്സ് ആണോ, കോമ്പൗണ്ട് ആണോ, എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രീൻ ഹൗസ്, ദ വേർഡ് ഈസ് ഗ്രീൻ ഹൗസ് ഈസ് ഡാഷ്. നോക്കട്ടെ, അപ്പൊ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന വാക്ക് എന്ത് വേർഡാണ്? കോമ്പൗണ്ട് വേർഡാണ്. അപ്പൊ എന്താണ് ഈ കോമ്പൗണ്ട് വേർഡ്? 2 പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസുകൾ ചേർത്ത് മൂന്നാമതൊരു അർത്ഥം തരുന്ന സെന്റൻസ് ഉണ്ടാക്കിയാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് വേർഡ്. കണ്ടല്ലോ, ഗ്രീൻ എന്ന് പറയുന്ന ഒരു വാക്ക്, ഹൗസ് എന്ന് പറയുന്ന മറ്റൊരു വാക്ക്, രണ്ടും കൂടി ചേർത്തപ്പോൾ ഗ്രീൻ ഹൗസ് മൂന്നാമതൊരു അർത്ഥം തരുന്നു. ഓക്കെ, അങ്ങനെയുള്ള വാക്കുകൾക്ക് പറയുന്ന പേരാണ് കോമ്പൗണ്ട് വേർഡ്. 3 തരം കോമ്പൗണ്ട് വേർഡാണ് നമുക്കുള്ളത്. ഒന്നാമത്തത് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്, രണ്ടാമത്തത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്, മൂന്നാമത്തത് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്, ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. നമുക്ക് നോക്കി, ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ എന്ത് ചെയ്യുന്നു? പിരിച്ചെഴുതി. അതായത് നമുക്കിപ്പോൾ 2 വാക്കുകൾ ചേർത്ത് തന്നെ എഴുതുന്നു, പക്ഷെ വാക്കുകൾക്കിടയിൽ ഗ്യാപ്പ് വരുന്നു. സ്കൂൾ ബസ്, കണ്ടല്ലോ, സ്കൂൾ ബസ് ഇങ്ങനെയല്ലേ എഴുതുന്നത്. വാക്കുകൾക്കിടയിൽ ഗ്യാപ്പ് ഇട്ട് എഴുതിയാണ് മൂന്നാമതൊരു അർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയാൽ അതിന് പറയുന്ന പേര് ഓപ്പൺ കോമ്പൗണ്ട്. വാക്കുകൾ ചേർത്ത് എഴുതി മൂന്നാമതൊരു അർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയാൽ അതിന് പറയുന്ന പേര് ക്ലോസ്ഡ് കോമ്പൗണ്ട്. അതാണ്ട് ഗ്രീൻ ഹൗസ് ചേർത്താണ് എഴുതിയിരിക്കുന്നത്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. ബർത്ത്ഡേ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡാണ്. ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ വാക്കുകൾക്കിടയിൽ ഹൈഫൺ വരുന്നു. സൺ ഇൻ ലോ, സണ്ണ് ഇൻ ലോ, കണ്ടോ, ഇത് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. ഇനി എന്താണ് സിമ്പിൾ? സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ സെന്റൻസ്, പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് സിമ്പിൾ സെന്റൻസ്. എന്താണ് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സെന്റൻസിന് അപ്പൊ നോക്കിയേ, രാഹുല് ഈസ് ഗോയിങ് ടു സ്കൂള് ഇങ്ങനെ പറയുന്ന ഒരു സെന്റൻസിന് 2 പാർട്ടുണ്ട്. സെന്റൻസിന് പ്രധാനമായും 2 പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ട് സബ്ജക്റ്റ് പാർട്ട്, രണ്ടാമത്തെ പാർട്ട് പ്രെഡിക്കേറ്റ് പാർട്ട്. എന്താണ് ഈ സബ്ജക്റ്റ് പാർട്ട് എന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റിന് പറയുന്ന പേരാണ് സബ്ജക്റ്റ് പാർട്ട്. എന്താണ് ഈ പ്രെഡിക്കേറ്റ് പാർട്ട് എന്ന് ചോദിച്ചാൽ, ഓക്സിലറി വെർബ് തൊട്ട് അല്ലെങ്കിൽ മെയിൻ വെർബ് തൊട്ട് ബാക്കി നിൽക്കുന്ന മുഴുവൻ ഭാഗത്തിനും പറയുന്ന പേര് പ്രെഡിക്കേറ്റ് പാർട്ട്. ഇവിടെ രാഹുൽ സബ്ജക്റ്റ് പാർട്ട്, ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് പാർട്ട്, മറക്കല്ലേ. അപ്പം എന്ത് ചെയ്യും? വെർബ് അല്ലെങ്കിൽ ഓക്സിലറി തൊട്ട് ബാക്കി നിൽക്കുന്ന മുഴുവൻ ഭാഗത്തിനും പറയുന്ന പേരാണ് പ്രെഡിക്കേറ്റ്. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ ക്ലോസും അതിനോടൊപ്പം ഒരു സബോർഡിനേറ്റ് ക്ലോസ്. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസ്, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അർത്ഥപൂർണ്ണത ഇല്ലാത്ത സെന്റൻസ്. രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് കോംപ്ലക്സ് സെന്റൻസ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കി, ദ ഫോളോയിങ് സെന്റൻസ് ഈസ് എ ഡാഷ് സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓയിങ് ടു ദ ലേസിനെസ്, he couldn't accomplish his dream. കണ്ടല്ലോ, സിമ്പിൾ ആണോ, കോമ്പൗണ്ട് ആണോ, കോംപ്ലക്സ് ആണോ? കോമ്പൗണ്ട് ആണോ? ഒന്ന് എഴുതി നോക്കി എല്ലാവരും. എന്താ, ഏത് സെന്റൻസാ? നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഏതാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ സെന്റൻസ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. നോക്കിയേ, ഇൻസ്പൈറ്റ് ഒരു പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസിന് നമുക്ക് എന്തെന്ന് പറയാം കുട്ടികളെ? സിമ്പിൾ സെന്റൻസ് എന്ന് പറയാം. അർത്ഥപൂർണമായ സെന്റൻസുകളാണ് സിമ്പിൾ സെന്റൻസ്. ഇനി ചില വാക്കുകളിൽ തുടങ്ങുന്ന സെന്റൻസ് എല്ലാം സിമ്പിൾ ആണ്. അതാണ് പരീക്ഷയ്ക്ക് കൂടുതലും ചോദിക്കുന്നത്. ഇൻസ്പൈറ്റ് ഓഫ്, ഒന്നാമത്തെ വാക്ക് ഏതാ? ഇൻസ്പൈറ്റ് ഓഫ്. രണ്ടാമത്തത് ഡെസ്പൈറ്റ്, മൂന്നാമത്തത് ing, നാലാമത്തത് ബിസൈഡ്സ്, അഞ്ചാമത്തത് എന്ത് ചെയ്യുന്നു? 2+v1, ആറാമത്തത് to, ഏഴാമത്തത് enough to. ഈ വാക്കുകൾ വരുന്ന സെന്റൻസുകളെല്ലാം സിമ്പിൾ ആണ്. ഇൻസ്പൈറ്റ് ഓഫ് തുടങ്ങുന്ന സെന്റൻസ് സിമ്പിൾ ആണ്, ഡെസ്പൈറ്റിൽ തുടങ്ങുന്ന സെന്റൻസ് സിമ്പിൾ ആണ്, ing തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ സിമ്പിൾ ആണ്,
ബിസൈഡ്സിൽ തുടങ്ങുന്ന സെന്റൻസ് സിമ്പിൾ ആണ്. 2+v1 തുടങ്ങുന്നതോ 2+v1 സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിലോ അത് സിമ്പിൾ ആണ്. 2 ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. ഇനഫ് ടു വന്നിട്ടുണ്ടെങ്കിലും സിമ്പിൾ ആണ്. ഇനി എന്താണ് ഈ കോമ്പൗണ്ട് സെന്റൻസ്? കോമ്പൗണ്ട് സെന്റൻസ് രണ്ട് മെയിൻ ക്ലോസുകൾ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസുകൾ ചേർത്ത് പറഞ്ഞാൽ അത് കോമ്പൗണ്ട് സെന്റൻസ്. ഇനി എന്താണ് ഈ കോംപ്ലക്സ് സെന്റൻസ്? നേരത്തെ പറഞ്ഞു, ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ചേർത്ത് പറഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് കോംപ്ലക്സ് സെന്റൻസ്. ഇനി എന്താണ് കോമ്പൗണ്ട് കോംപ്ലക്സ്? നമ്മൾ പറഞ്ഞു, ഒരു മെയിൻ ക്ലോസും ഒന്നിലധികം സബോർഡിനേറ്റ് ക്ലോസും, അല്ലെങ്കിൽ ഒരു മെയിൻ ക്ലോസും ഒന്നിലധികം സബോർഡിനേറ്റ് ക്ലോസും, അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒന്നിൽ കൂടുതൽ മെയിൻ ക്ലോസും ചേർത്ത് പറയുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് കോംപ്ലക്സ് സെന്റൻസ്. നമ്മൾ സെന്റൻസിന്റെ ടോപ്പിക്ക് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, ക്ലാസ് അതിനകത്തുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് അത് കാണാം. നോക്കിയേ, അതിനകത്ത് നമ്മൾ കോഡ് വെച്ചിട്ട് എങ്ങനെ കണ്ടെത്താം, എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയേ. മെനി എ മാൻ ഡാഷ് അർജ്ഡ് മീ ടു ക്വിറ്റ് ദിസ് ജോബ്. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യത്തില് ഉത്തരമായിട്ട് വരുന്ന ഏതാ? വേർ ഉണ്ട്, ഹാവ് ഉണ്ട്, ഹാസ് ഉണ്ട്, ഈസ് ഉണ്ട്. ഏതാണ് വരുന്നത്? അപ്പൊ നമുക്ക് നോക്കിയേ, തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഉത്തരമായിട്ട് വരുന്നത് ഹാസ് ആണ്. ഉത്തരമായിട്ട് വരുന്നത് ഏതാ? ഹാസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഹാസ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താ? നമ്മൾ പഠിച്ചതാണ് MPP. MPP എന്ന് പറഞ്ഞാൽ എന്തോ? മെനി പ്ലസ് മെനി കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലൂറലും വെർബും എന്തായിരിക്കണം? പ്ലൂറലായിരിക്കണം. മെനി കഴിഞ്ഞാൽ സബ്ജക്റ്റും വെർബും പ്ലൂറൽ. എന്നാ മാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചുകൂട്ടില്ല? മാസ് മെനി എ ആണ് വരുന്നതെങ്കിൽ മെനി എ പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലാർ വെർബ്. കണ്ടല്ലോ, ഇവിടെ തന്നിരിക്കുന്നതിൽ മെനി കഴിഞ്ഞിട്ട് എ വരുന്നു, അതുകൊണ്ട് സിംഗുലാർ മാൻ എന്ന് പറയുന്നത് സിംഗുലാർ ആണ്. തുടർന്ന് വരുന്നത് സിംഗുലാർ. നമുക്ക് ഹാസ് സിംഗുലാർ ആണ്, ഈസ് സിംഗുലാർ ആണ്. ഈസ് ആറൊക്കെ കഴിഞ്ഞാൽ ING ആണ് വരേണ്ടത്. ഹാസ് ഹാവ് കഴിഞ്ഞാൽ ഹാഡ് ഒക്കെ കഴിഞ്ഞാൽ V3 ആണ്. ഇവിടെ V3 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഹാസ് അവിടെ ഉത്തരമായിട്ട് എഴുതാം. ഓക്കെ, മറക്കരുത്. മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്, മെനി എ പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. ഓക്കെ, എന്നാൽ എ ഗുഡ് മെനി ആണെങ്കിലോ? എ ഗുഡ് മെനി, അതുപോലെ എ ഗ്രേറ്റ് മെനി കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റും അതുപോലെ വെർബും എന്തായിരിക്കണം കുട്ടികളെ? പ്ലൂറൽ ആയിരിക്കണം. സബ്ജക്റ്റും വെർബും പ്ലൂറൽ. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കി. ചേഞ്ച് ദ വോയിസ്. നോക്കിയോ, പാസീവിലോട്ട് മാറ്റാനാണ്. someone has changed my attitude. കണ്ടല്ലോ, അപ്പൊ തന്നിരിക്കുന്നതില് ഹാസ് വരുന്ന സെന്റൻസുകളുടെ പാസീവ് വോയിസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? നമുക്ക് ഹാസ്, അതുപോലെ ഹാവ്, അതുപോലെ ഹാഡ് വരുന്ന സെന്റൻസുകളുടെ പാസീവ് എഴുതാൻ പറഞ്ഞാൽ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീൻ പ്ലസ് V3 ഇത് വരുന്ന നോക്കുക. ഒബ്ജക്റ്റ് വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. ഏതാണ്? മൈ ആറ്റിറ്റ്യൂഡ്. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി തന്നിരിക്കുന്ന ഓക്സിലറി ഏതാ? ഹാസ് സിംഗുലാർ ആണ്, മൈ ആറ്റിറ്റ്യൂഡ് സിംഗുലാർ. അപ്പൊ ഹാസ് തന്നെ എഴുതാം. ബീൻ ചേർക്കുക. അപ്പൊ ഹാസ് ബീൻ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ ഏതാ? ഒന്നാമത്തിൽ ഹാസ് ബീൻ പ്ലസ് V3 ഉണ്ട്, രണ്ടാമത്തിൽ ഹാഡ് ബീൻ ആണ് വരില്ല, മൂന്നാമത്തിൽ ഈസ് ബീയിങ് വരില്ല, വാസ് ബീയിങ് വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏത് വരുന്നു? മൈ ആറ്റിറ്റ്യൂഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ബൈ സംതിങ് എന്ന് നമുക്ക് സംതിങ് എന്നല്ല സമ്മൺ എന്നാണ്. സമ്മൺ എന്നും ചേർക്കണ്ട. ബൈ ചേർത്തിട്ട് സമ്മൺ, സംബഡി അങ്ങനെയുള്ള വാക്കുകളൊന്നും ചേർക്കാറില്ല. ഇതിപ്പോ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്, നിങ്ങളത് നോക്കണ്ട. എന്ത് ചെയ്യുന്നു? സംതിങ് എന്നാണ് ഇവിടെ കിടക്കുന്നത്, അതും തെറ്റാണ്. സംതിങ് അല്ല, സമ്മൺ ആണ്. അപ്പൊ ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് ഇത്രയും മാത്രം മതി. എന്ത് ചെയ്യുന്നുണ്ട്? ബൈ ഒന്നും വേണമെന്നില്ല. അപ്പൊ മൈ ആറ്റിറ്റ്യൂഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. ലെറ്റ്സ് ബിഗിൻ ദ വർക്ക്. കണ്ടല്ലോ, ലെറ്റ്സ് ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ്. സിമ്പിൾ ചോദ്യമാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പറഞ്ഞേ. തന്നിരിക്കുന്ന ചോദ്യം ലെറ്റ്സ്, അതുപോലെ ലെറ്റസ്. ലെറ്റസ് തുടങ്ങി കഴിഞ്ഞാൽ കോമൺ ടാഗ് ഏതാണ് മക്കളെ? ഷാൾ വി ടാഗ് ആയിട്ട് ഉപയോഗിക്കണം. എന്ത് ഉപയോഗിക്കാം? ഷാൾ വി. നമുക്ക് ഉത്തരമായിട്ട് ഷാൾ വി. ലെറ്റ്സ് തുടങ്ങുന്നുണ്ട്. എന്നാലേ ലെറ്റ്സ് കഴിഞ്ഞിട്ട് പ്ലീസ് എന്ന വാക്കുണ്ടെങ്കിൽ, പ്ലീസ് അല്ലെങ്കിൽ പ്ലീസ് കഴിഞ്ഞിട്ടാണ് ലെറ്റ്സ് കിടക്കുന്നതെങ്കിൽ ഉത്തരം ഷാൾ വി എഴുതരുത്, വില്ല് യു ഉത്തരം എഴുതുക. അപ്പൊ ലെറ്റസ് കഴിഞ്ഞിട്ട് പ്ലീസ് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതുക? വില്ല് യു ഉത്തരമായിട്ട് എഴുതുക. എന്ത് ചെയ്യും? പ്ലീസ് അല്ലെങ്കിൽ പ്ലീസ് ലെറ്റസ് ബിഗിൻ ദ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വില്ല് യു ഉത്തരം എഴുതുക. അല്ലെങ്കിൽ ലെറ്റസ് പ്ലീസ് ബിഗിൻ ദ വർക്ക് എന്ന് പറഞ്ഞാൽ വില്ല് യു എഴുതുക. ഓക്കെ, ഇനി അടുത്ത് ലെറ്റ് മീൽ തുടങ്ങുന്ന സെൻസ് ആണെങ്കിൽ
ഷാളയും എഴുതാം, അതുപോലെ വില്ലിയും എഴുതാം. ഷാളയും എഴുതാം, അതുപോലെ വില്ലിയും എഴുതാം. ഓക്കെ, മറക്കരുത്. ഇനി ലെറ്റ് ഹിമ്മിൽ തുടങ്ങുന്ന സെൻസ് ആണെങ്കിൽ ലെറ്റ് ഹിം, ലെറ്റ് ഹെറി തുടങ്ങുന്ന സെൻസ് ആണെങ്കിൽ കോമൺ ടാഗ് വില്ലിയു ഉത്തരമായിട്ട് എഴുതുക. എന്തെഴുതാം? വില്ലിയു. ലെറ്റ് ഹിം, ലെറ്റ് ഹെർ ആണെങ്കിലും വില്ലിയു തന്നെ ടാഗായിട്ട് ഉപയോഗിക്കാം. അടുത്ത ചോദ്യം നോക്കി. ഹെർ മാരേജ് ഹാസ് ബീൻ ഡാഷ് ടിൽ നെക്സ്റ്റ് ഇയർ. ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വെയർ, ധരിക്കുക. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക അല്ലെങ്കിൽ നീട്ടിവെക്കുക. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ്, തീകെടുത്തുക. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്. ഏതായിരിക്കും കുട്ടികളെ? ഹെർ മാരേജ് അടുത്ത വർഷത്തേക്ക് നീട്ടിവെച്ചു. പുട്ട് ഓഫ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? പുട്ട് ഓഫ്. ഓക്കെ, പുട്ട് ഓൺ ടു വെയർ, പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്വിഷ്, പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്. എന്നാൽ പുട്ട് എബൌട്ട് ആണെങ്കിൽ പുട്ട് എബൌട്ട്. പുട്ട് എബൌട്ട് മീൻസ് പബ്ലിഷ് എന്നാണ് കേട്ടോ. പുട്ട് എബൌട്ട് പബ്ലിഷ്. ഓക്കെ, പുട്ട് എക്രോസ് ആണെങ്കിൽ പുട്ട് എക്രോസ്. പുട്ട് എക്രോസ് ആണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് എന്നാണ് കേട്ടോ. കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ പിള്ളേരെ, പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ബിൽഡ് എന്നാണ് കേട്ടോ. പുട്ടപ്പ് ബിൽഡ്. പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ പിള്ളേരെ, പുട്ട് ബൈ. പുട്ട് ബൈ മീൻസ് സേവ് എന്നാണ് കേട്ടോ. പുട്ട് ബൈ മീൻസ് സേവ് എന്നാണ്. പുട്ട് ബൈ സേവ്. ഓക്കെ, അതേപോലെ പുട്ട് ഫോർ എന്ന് പറഞ്ഞാൽ പുട്ട് ഫോർ ചെയ്യുക. പുട്ട് ഫോർ, പുട്ട് ഫോർ എന്ന് പറഞ്ഞാൽ പുട്ട് ഫോർ മേക്ക് ആൻ അറ്റംപ്റ്റ് എന്നാണ് കേട്ടോ. മേക്ക് ആൻ അറ്റംപ്റ്റ്. പുട്ട് ഫോർ മീൻസ് മേക്ക് ആൻ അറ്റംപ്റ്റ്. പുട്ട് ഫോർത്ത് ആണെങ്കിൽ പുട്ട് ഫോർത്ത്. പുട്ട് ഫോർത്ത് ആണെങ്കിൽ പ്രൊഡ്യൂസ് എന്നാണ് കേട്ടോ. പുട്ട് ഫോർത്ത് പ്രൊഡ്യൂസ്. പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ്. ഓക്കെ, പുട്ട് എന്ത് ചെയ്യുന്നു? പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ പുട്ട് ഫോർവേഡ്. പുട്ട് ഫോർവേഡ് മീൻസ് സജസ്റ്റ് എന്നാണ് കേട്ടോ. പുട്ട് ഫോർവേഡ് സജസ്റ്റ്, മറക്കരുത്. അടുത്ത് നോക്കിയേ, ചോദ്യം ഇതാണ്. ഹീസ് ഡാഷ് ഡാഷ് ബെസ്റ്റ് ആക്ടർ ഐ നോ. ഹി ഈസ് ഡാഷ് ബെസ്റ്റ് ആക്ടർ ഐ നോ. നോക്കടോ, ബെസ്റ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ്. ബെസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ എപ്പോഴും എന്ത് ചേർത്ത് പറയണം? ദാ ചേർത്തിട്ട് പറയണം. ഹി ഈസ് ദ ബെസ്റ്റ് ആക്ടർ. ഹി ഈസ് ദ ബെസ്റ്റ് ആക്ടർ അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ദ ബെസ്റ്റ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. Here used, there used to be a time when I dash run 3 miles at a stretch. കണ്ടല്ലോ, അപ്പം പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ക്യാൻ ഉണ്ട്, വില്ലുണ്ട്, ഷുഡ് ഉണ്ട്, കുഡ് ഉണ്ട്. നമുക്ക് ഏത് ഉത്തരം വരുന്നു കുട്ടികളെ? പാസ്റ്റിൽ ഒരു കാര്യം ചെയ്യുമായിരുന്നു, കഴിയുമായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കും? കുഡാണ് ഉപയോഗിക്കുന്നത്. ക്യാൻ കഴിയും, അതിന്റെ പാസ്റ്റ് ആണ് കുഡ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്? എനിക്ക് കുഡ്, പാസ്റ്റിൽ നടന്നൊരു പ്രവൃത്തി ആയതുകൊണ്ട് കുഡ് ഉപയോഗിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞത് എന്ത് ചെയ്യും? ഒരു 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും മാർക്കുകൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും മാർക്കുകൾ കൂടെ ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞേ.